ഹായ് ഓൾ, വെൽക്കം ടു നോസി സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ LDC തിരുവനന്തപുരം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, വരുന്ന എക്സാമുകളിൽ തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ആദ്യത്തെ ചോദ്യം, ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സേയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഹീ സെയ്സ് വരുമ്പോൾ അറിയാം നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ഒന്നും വരേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് വേർബ് എഴുതുക. സെൻറ്റൻസ് എന്ത് തന്നെ ചെയ്യുക, ചേഞ്ച് ചെയ്യാതെ അതേപോലെ ആ ടെൻസിൽ തന്നെ, തന്നിരിക്കുന്ന ടെൻസിൽ തന്നെ മാറ്റി എഴുതുക. ഇത് നോക്കിയേ, ഹീ സെഡ് വന്നിരിക്കുന്ന എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം, അത് വരില്ല. ബാക്കി ബിയും ഡിയും ആണുള്ളത്. ഹീ സേയ്സ് ദാറ്റ് ഹീ വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ആണ്. അവിടെ ടെൻസ് മാറിയിട്ടുണ്ട്, അപ്പോൾ അത് വരുമോ? അത് വരില്ല. നോക്കൂ, ഓപ്ഷൻ ഡി വരും അല്ലേ. ഹീ സേയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ ഹീ സേയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്ന് വരും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. ഇഫ് ഐ ഹാഡ് മണി, ഇവിടെ ഹാഡിന് ശേഷം V3 ഫോം വെർബിൻ്റെ തേർഡ് ഫോം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പുറം എന്ത് വരും? വുഡ് ഹാവ് വരും. അപ്പോൾ വുഡ് ഹാവ് ഇവിടെ വരില്ല, കാരണം എന്താ, ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അപ്പുറം എന്ത് വരും? വുഡ് പ്ലസ് V1 വരും അല്ലേ. അപ്പോൾ വുഡ് ഹെൽപ്പ് ആയിരിക്കും അവിടുത്തെ ആൻസർ. അടുത്ത് നോക്കിക്കോ, ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണല്ലേ. അമെൻമെൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എന്തെങ്കിലും ചേഞ്ച് വരുത്താമെന്നാണ് അർത്ഥം അല്ലേ, മോഡിഫൈ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഏതായിരിക്കും ആൻസർ? സിനോണിമാണ്, സെയിം മീനിങ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് കിട്ടും. അടുത്ത് നോക്കിക്കോ, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഡെഫിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കമ്മി അല്ലേ, കമ്മി, കുറവ്. കുറവിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ, സർപ്ലസ്, അധികം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? ബി വരും. അപ്പോൾ ബാക്കി വാക്കുകളൊക്കെ ഒന്ന് നോക്കിയാലോ. ഈ സ്മഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെന്നാണ്? കുളമാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റിപ്രൈസ് എന്ന് വെച്ചാലോ, റിപ്രൈസ് എന്ന് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക എന്നർത്ഥം. സിപ്പറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗം, എന്തോ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ചെറിയ ഭാഗം, ഒരു ചെറിയ ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തത് നോക്കിക്കോളൂ, ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് എന്താണ്? എ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്, തർക്ക വിഷയം. ഇതേപോലെ വരുന്ന ഒരു ഇഡിയം ഉണ്ടല്ലോ, അതറിയില്ലേ? ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്ന ഒരു ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ബോൺ ഓഫ് കണ്ടൻഷൻ എന്നാണ് കേട്ടോ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് ഓർത്തിരിക്കാം. അടുത്തത്, ദ ഡാഷ് ഓഫ് വോൾസ് ഹോൾഡ് അറ്റ് ദി മൂൺ എന്നാണ്. വോൾസിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? പാക്കാണല്ലേ, പാക്ക്. അടുത്തത്, ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദിസ് ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടേ? എലോങ് വിത്ത്, ആസ് വെൽ ആസ്, പിന്നെ എന്താണ്, ഇൻ അഡീഷൻ ടു, ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? ഇത് കോൺകോർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതിന് മുന്നത്തെ സബ്ജക്റ്റിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, എലോങ് വിത്ത്, ആസ് വെൽ ആസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നത്തെ വാക്കിനാണ്, സബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കോളൂ, ദ ടൂറിസ്റ്റ് ഗൈഡ്, അതൊരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, അതിനനുസരിച്ച് വേണം എന്ത് ചേർക്കാൻ? നമുക്ക് വേർബ് ചേർക്കാൻ. അപ്പോൾ ഇവിടെ എന്ത് വരുള്ളൂ? സിംഗുലർ വെർബേ വരുള്ളൂ. ഇതിൽ വിൽ ബി എന്തായാലും വരില്ല, ആറും വരില്ല, ഹാവും വരില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും അല്ലേ. ഓക്കെ ആണോ? അടുത്തത്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് വന്നാൽ അവിടെ എന്തായിരിക്കും? ഉറപ്പായിട്ടും ആൻസർ എന്തായിരിക്കും? സി ആണ്, ഷാൽ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൽ വി. അടുത്തത്, ദ ഡോൾ ബിലോങ്സിൻ്റെ കൂടെയുള്ള പ്രിപ്പോസിഷൻ എന്താണ്? ടു ആണ്, ബിലോങ്സ് ടു അല്ലേ, ബിലോങ്സ് ടു. അടുത്തത്, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. എന്താണ്? പ്രോപ്രൈറ്റി എന്ന് പറയുന്ന വാക്കാണ് കേട്ടോ. പ്രോപ്രൈറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ മലയാളത്തിൽ വളരെ സഭ്യമായ പെരുമാറ്റം എന്ന് പറയില്ലേ, നല്ല രീതിക്ക് ഔചിത്യബോധത്തോടു കൂടി എന്നൊക്കെ പറയില്ലേ, അതാണ് എന്തിൻ്റെ അർത്ഥം? പ്രോപ്രൈറ്റീൻ്റെ അർത്ഥം. ഓക്കെ ആണോ? സോ ഇത്രയാണ് ആൻസേഴ്സ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.